പ്രിയ വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം വിശുദ്ധ വാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യേശുവിൻ്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ വിചിന്തനത്തെ 8 പോയിന്റുകളായി ക്രമീകരിക്കുന്നു. 1. ബേത് ഫഗേ, അത്തികളുടെ ഭവനം എന്നാണ് ഈ ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം. ഈ സ്ഥലം ബഥാനിയയുടെ അടുത്തായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. ജെറുസലേമിന് 3 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് ബഥാനിയ സ്ഥിതി ചെയ്യുന്നത്. യോഹന്നാൻ 11:18 മത്തായി 21:1 ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2. ഒലിവുമല, സമുദ്രനിരപ്പിൽ നിന്ന് 2600 അടി ഉയരത്തിൽ ജെറൂസലേമിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മലയാണിത്. ഇതിൻ്റെ പടിഞ്ഞാറ് ചരിവ് ദേവാലയത്തിന് അഭിമുഖമാണ്. കിദ്രോൻ താഴ്വര ഈ മലയെ ജെറൂസലേം നഗരത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 3. കഴുതക്കുട്ടി, സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മെസ്സിയാനിക പ്രവചനത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. സൈനിക ആക്രമണത്തിനെന്ന പോലെ പടക്കുതിരയുടെ പുറത്തല്ല, മറിച്ച് സമാധാനപരമായി ഇസ്രായേലിലേക്ക് എഴുന്നള്ളുന്ന രാജാവിനെ പോലെ കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു വരുന്നത്. ഇതോടൊപ്പം സഖറിയ 9:10 ചേർത്ത് വായിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകും. ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ സോളമൻ രാജാവ് ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിനെയും ഇത് അനുസ്മരിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 32-40 വരെ. ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ ഉപയോഗിക്കുന്നതും രാജാവിൻ്റെ രാജത്വത്തിൻ്റെയും ദൈവികതയുടെയും സൂചനയായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഖ്യ 19:2, നിയമാവർത്തനം 21, സാമുവേൽ 6:3, മത്തായി 21:1-11 വരെ. 4. അനുസ്മരണ യാത്ര, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജെറൂസലേം പട്ടണത്തിൻ്റെ തെരുവീഥികളിൽ അരങ്ങേറിയ യേശുവിൻ്റെ ഘോഷയാത്രയുടെ അനുസ്മരണമാണ് കുരുത്തോല ഞായർ. ജെറൂസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം യഹൂദർ ആണ്ടുതോറും ആഘോഷിച്ചിരുന്ന പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓരോ പെസഹ തിരുനാളിനും ജെറൂസലേം ദൈവാലയത്തിന് ചുറ്റുമായി 25,000-ത്തിലധികം ആടുകൾ ബലിയർപ്പിക്കപ്പെട്ടിരുന്നു. ദൈവാലയത്തിനകത്ത് പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആടിനെ തിരുനാളിന് 4 ദിവസങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുക്കുക പതിവാണ്. ബലിയർപ്പിക്കപ്പെടേണ്ട ആടിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം തന്നെയാണ് യേശു രാജകീയമായി ജെറൂസലേമിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം ദൈവാലയത്തിനകത്ത് പെസഹ കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെടേണ്ട മൃഗത്തിൻ്റെ യഥാർത്ഥ പ്രതീകമായി യേശു മാറുന്നു. കുഞ്ഞാടിൻ്റെ തിരഞ്ഞെടുപ്പ് ദിനം കാലക്രമേണ ഇസ്രായേലിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തിരുനാളായി മാറി. പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന തിരുനാൾ ദിനമാണ് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും. ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് യേശുവിൻ്റെ ഗോതമ്പ് മണിയുടെ ഉപമയാണ്. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയുന്നത് യേശു ഗോതമ്പ് മണിയുടെ ഉപമ പറഞ്ഞത് ജെറൂസലേം ദേവാലയത്തിൽ രാജകീയമായി പ്രവേശിച്ചതിന് ശേഷമെന്നാണ്. യേശു ഈ ഉപമ പറയുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഗെത്സമേൻ തോട്ടവും കാൽവരിയുമുണ്ട്. യേശു ആകുന്ന യഥാർത്ഥ പെസഹ കുഞ്ഞാട് ഒരു ഗോതമ്പ് മണിയോട് ഉപമിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? ഗോതമ്പ് മണി നിലത്ത് വീഴണം, അത് ഉള്ളിൽ നിന്ന് പൊട്ടണം, എങ്കിലത് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കും. അങ്ങനെ ഈ വചനം ചേർത്ത് വായിക്കുമ്പോൾ ഈ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന തിരുനാൾ ദിനത്തിൽ യേശു ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാട് അനേകരുടെ ജീവനു വേണ്ടി സ്വജീവൻ ബലിയായി അർപ്പിക്കുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട പൊരുത്തം ഇവ സമഞ്ജസമായി സമ്മേളിക്കുന്നത് പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് യേശു തന്നെ പെസഹ കുഞ്ഞാടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 5. ഈന്തപ്പന, ഈന്തപ്പനയുടെ കൈകൾ എന്ന പ്രയോഗത്തിലൂടെ സുവിശേഷകൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരു രാജാവിനോ പട്ടാള മേധാവിക്കോ മാത്രം നൽകപ്പെട്ടിരുന്ന സ്വീകരണമാണ് യേശുവിന് ജനങ്ങളിൽ നിന്നും ലഭിച്ചതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്.
മക്കബായുടെ കാലഘട്ടം മുതൽ ഈന്തപ്പനയുടെ കൈകൾ ദേശീയ ഉദ്ഗ്രഥനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. ജെറുസലേം കവാടത്തിൽ ജനക്കൂട്ടം ഈന്തപ്പനയുടെ കൈകളുമേന്തി യേശുവിനെ വരവേൽക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ നായകനെയാണ് അവർ യേശുവിൽ ദർശിക്കുന്നത്. 6. ഹോസാന. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കുക. 2 സാമുവേൽ 14:4. ജനക്കൂട്ടം യേശുവിനെ ഹോസാന പാടി അഭിവാദ്യം ചെയ്യുമ്പോൾ 118 സങ്കീർത്തനം 26 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ഭാഗവും കൂടിച്ചേർത്ത് പാടിയിരിക്കുന്നു. ഇസ്രായേൽ ജനം കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചിരുന്ന സന്ദർഭത്തിൽ ദഹനബലി അർപ്പിച്ചിരുന്ന അൾത്താരയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വയ്ക്കുമ്പോൾ 118 സങ്കീർത്തനം പൂർണ്ണമായും ആലപിച്ചിരുന്നു. പ്രസ്തുത സങ്കീർത്തന ആലാപനത്തിലൂടെ ഇസ്രായേൽ ജനത ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കുക എന്ന അപേക്ഷയാണ് ദൈവത്തിരുമുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഉണർത്തുന്നത്. 7. ഈ തിരുനാളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: നമ്മളെല്ലാവരും യേശുവിനെ വഹിക്കുന്ന കഴുതകളാകണം. യേശുവിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ജനം ഓശാന പാടും. എന്നാൽ മറന്നു പോകരുത്, ജനം ഓശാന പാടുന്നത് യേശുവിനാണ്, കഴുതയ്ക്കല്ല. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കഴുതകളായി മാറുക. ഇന്നിൻ്റെ ലോകം അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ലോകമാണ്. ക്രിസ്തു ശിഷ്യർ സഭയിലായിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്. ശുശ്രൂഷയുടെ മാനദണ്ഡം വിട്ടുകളഞ്ഞിട്ട് യേശുവിന് നൽകുന്ന ഓശാന വിളി കഴുതയ്ക്ക് നൽകുന്ന വിളിയായി മനസ്സിലാക്കരുത്. യേശു ഉണ്ടെങ്കിൽ മാത്രമേ ജനം സഭയിലും സഭയോട് കൂടെയും ഉണ്ടാവുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് എല്ലാ സഭാ ശുശ്രൂഷകർക്കും ആവശ്യമാണ്. യേശുവിന് പകരം നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാതിരിക്കണം എന്നുകൂടി ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ കഴുതകളാകാൻ, യേശുവിനെ വഹിക്കുന്നവരാകാൻ, യേശുവിനെ കൊടുക്കുന്നവരാകാൻ, യേശുവിന് സാക്ഷ്യം നൽകുന്നവരാകാൻ പരിശ്രമിക്കാം. 8. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗതനാകുന്നു. നമുക്ക് സമാധാനവും ശാശ്വതമായ സന്തോഷവും സ്നേഹവും ലഭിക്കണമെങ്കിൽ നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴിച്ച് അവിടുത്തെ മുമ്പിൽ സ്വയം സമർപ്പിക്കണം. യേശുവുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം. കുരുത്തോലകൾ നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാം. ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളുടെ രാജാവും നമുക്ക് ജീവിതത്തിൽ സന്തോഷവും അർത്ഥവും നേടുവാനുള്ള ഏക മാർഗവുമാണെന്ന് ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധമായ ഒരു വിശുദ്ധവാരം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഫാദർ നിക്കോളാസ് ടി.